ഒന്നിൽ പിഴച്ചാൽ മൂന്നിലെന്നാണല്ലോ. അതെ, പത്തനാപുരം പഞ്ചായത്ത് ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിന്റെ മൂന്നാം ഊഴം കാത്തിരിക്കുകയാണ്. പരമ്പരാഗത മാർക്കറ്റിനെ തച്ചുതകർത്ത് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മാർക്കറ്റിലെ പരമ്പരാഗത കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുമെന്ന ഉറപ്പോടെയായിരുന്നു മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഈ പത്തനാപുരത്തിരുന്ന മാർക്കറ്റിലിരുന്ന മത്സ്യവ്യാപാരികളെയും പച്ചക്കറി കച്ചവടക്കാരെയും വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളെയും ഒക്കെ ആ മാർക്കറ്റിൽ നിന്നും പടിയിറക്കി വിട്ടപ്പോൾ അവിടെ ഒരു സമരവും ആരും ചെയ്തില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർക്ക് പത്തനാപുരത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വാഗ്ദാനം കൊടുത്തു. ഇവിടെ കുടിയൊഴിപ്പിക്കുന്ന ആളുകൾക്ക് അത്രയും വ്യാപാരം നടത്തുന്നതിന് വേണ്ടി പത്തനാപുരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥലം തരുമെന്ന്. ഈ ചന്തയ്ക്കകത്തിരുന്ന് കച്ചവടം ചെയ്തവരാ, അവിടെ ഇരുന്നത് മീൻ കച്ചവടക്കാരാ, അവിടെ ഇരുന്നത് പച്ചക്കറി കച്ചവടം ചെയ്യുന്നവരാ, അവിടെ ചട്ടിയും മാങ്ങായും തേങ്ങയും അടക്കമുള്ള ചെറുകിട സാധനങ്ങൾ വിൽക്കുന്നവരാ. അവിടെ ഈ പറയുന്ന ഒരാളും ഈ തരത്തിലുള്ള വ്യവസായം നടത്താൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കടന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അതിന്റെ ബൈല തയ്യാറാക്കിയിരിക്കുന്നത്. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും മാൾ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാനോ പ്രവർത്തനം ആരംഭിക്കുവാനോ ഇനിയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. 28 കോടിയോളം ചെലവഴിച്ച് 3 നിലകളിലായി പൂർത്തിയാക്കുന്ന ഷോപ്പിംഗ് മാളിന്റെ അവസാനവട്ട മിനുക്കുപണികൾ നടക്കുമ്പോഴും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ അനുമതി ഇനിയും ലഭ്യമായിട്ടില്ല. ഇതിനിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഷോപ്പിംഗ് മാളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആശീർവാദ് തിയേറ്ററിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും സിനിമാ പ്രദർശനം നടത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. മാളിൽ ഐശ്വര്യമായി തുടങ്ങിയ മോഹൻലാലിന്റെ ആശീർവാദ് തിയേറ്റർ പൂജാവേളയിൽ തന്നെ അടച്ചിടേണ്ടി വന്നത് ഇതാദ്യമാകും. മാളിന്റെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കി സാധാരണ കച്ചവടക്കാരെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഇതിനിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഒരു സാമ്പത്തിക സഹായവും ഒരു വികസനപരമായ നേട്ടവും ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള സമീപനമാണ് ഈ പഞ്ചായത്തിനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ വിദൂരതയിലേക്ക് വികസനമില്ലായ്മ കൊണ്ട് എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം. കുടിയൊഴിപ്പിക്കപ്പെട്ട ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് ജീവിച്ചു വന്ന ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുന്നതിനുള്ള ഒരു മുൻതൂക്കം ഈ പഞ്ചായത്ത് കാണിക്കണം, ഭരണസമിതി കാണിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യം. അതേസമയം ഇന്ന് ഷോപ്പിംഗ് മാളിലെത്തിയ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധന തുടരുന്നതിനിടെയാണ് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടത്. 3 നിലകളിലും ഫയർ ലിഫ്റ്റ് നിർമ്മിക്കാതെ ആ ഭാഗം പ്ലൈവുഡ് കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി അനുമതി ലഭിക്കാതിരിക്കാൻ മുഖ്യ കാരണവും ഇതുതന്നെയാണ്. 3 നിലകളിലും വിശദമായ പരിശോധന നടത്തിയ സംഘം തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ PT ദിലീപ്, ഷാജിമോൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിഹാബുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ഇന്ന് നടത്തിയ പരിശോധനയുടെ പൂർണ്ണ റിപ്പോർട്ട് ഇവർ റീജിയണൽ ഓഫീസർക്ക് കൈമാറും. ഇനി ഫയർ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മാളിന് പ്രവർത്തന അനുമതി ലഭിക്കുകയുമുള്ളൂ. ആശീർവാദ് തിയേറ്ററിന് മാത്രമായി അനുമതി ലഭിക്കുമെന്ന് പലരും പറഞ്ഞു നടക്കുന്നുവെങ്കിലും അങ്ങനെ അനുമതി നൽകുന്നത് കുറ്റകരമാണ്. ഇനി എന്ത് സമ്മർദ്ദമുണ്ടായാലും ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ മാളിന്റെ പ്രവർത്തനോദ്ഘാടനം നടക്കണമെങ്കിൽ 1 മാസത്തിലേറെ ഇനിയും സമയമെടുക്കും. ചുരുക്കത്തിൽ ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഷോപ്പിംഗ് മാളിന്റെ മൂന്നാം ഊഴം ഉദ്ഘാടനം പ്രതീക്ഷിക്കാമെന്ന് സാരം. ന്യൂസ് ഡെസ്കിൽ റിജോ പത്തനാപുരം.